Good morning, Pradeep sir. Welcome to the show. Morning, Priya, and morning, viewers. നിഫ്റ്റി ഇന്നിപ്പോൾ 21,365 എന്ന റേഞ്ചിലാണ് ട്രേഡിംഗ് ആരംഭിച്ചിരിക്കുന്നത്. നിലവിൽ 29 പോയിന്റിന്റെ ഒരു മുന്നേറ്റമാണ് രേഖപ്പെടുത്തുന്നത്. 21,377 എന്നൊരു റേഞ്ചിലാണ് ഇപ്പോൾ ട്രേഡിംഗ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇന്നത്തെ ഒരു ഇൻട്രാഡേയിൽ 21,329 എന്നൊരു റേഞ്ചിലാണ് ഇൻട്രാഡേ ലോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ മുന്നോട്ടേക്ക് നോക്കുമ്പോൾ ഈ ഒരു ഇപ്പോൾ നേരത്തെ ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. ഒരു മുന്നേറ്റേക്ക് നോക്കുമ്പോൾ പ്രധാനമായിട്ടും ഒരു വലിയൊരു മുന്നേറ്റം പ്രതീക്ഷിക്കാമോ? പ്രിയ, നമ്മൾ നിഫ്റ്റി 50യുടെ കേസ് എടുക്കുമ്പോഴേക്കും നിഫ്റ്റി 50യുടെ അണ്ടർടോൺ വളരെ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. എങ്കിൽ പോലും നിഫ്റ്റി 50 കഴിഞ്ഞ ആഴ്ച പുതിയൊരു റെക്കോർഡ് ഓൾ ടൈം ഹൈ എത്തിയതിനെ തുടർന്ന് നമ്മളൊരു ചെറിയ കൺസോൾട്ടേഷൻ പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. നിഫ്റ്റി 50യിൽ നമുക്ക് ഇന്ന് പുതിയൊരു ബൈയിങ് അവസരം ലഭിക്കണമെങ്കിൽ നിഫ്റ്റി 50 21,600 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. സോ അത് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ശക്തമായിട്ടൊരു ബുള്ളിഷ് മൊമെന്റം കാണാൻ സാധിക്കത്തുള്ളൂ. നിഫ്റ്റി ബാങ്കിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ബാങ്കിലും 47,565.25 എന്നൊരു റേഞ്ചിൽ ഏകദേശം 73.4 എന്നൊരു റേഞ്ചിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് പോകുന്നത്. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വെള്ളിയാഴ്ച ഏകദേശം ഒരു 7.7% ഇടിവ് രേഖപ്പെടുത്തി. ബാങ്ക് മാത്രമല്ല, ബാങ്കിങ് മേഖലയിലെ വിവിധ സൂചികകളിലെല്ലാം തന്നെ ഇടിവായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. നിലവിൽ വളരെ ഒരു ഫ്ലാറ്റ് നോട്ടിലാണ് ഈ ഒരു സൂചികയിൽ ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് പോകുന്നത്. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് സർ കാണുന്ന പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ ഏതൊക്കെയാണ്? സോ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ റെക്കോർഡ് ഓൾ ടൈം ഹൈ കഴിഞ്ഞ ആഴ്ച കാണാൻ സാധിച്ചു. ആൻഡ് സിൻസ് ദെൻ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സും കൺസോൾട്ടേഷനും നടത്തി വരുന്നത്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ സപ്പോർട്ടായിട്ട് ഇന്ന് വാച്ച് ചെയ്യേണ്ടത് 46,800 പോയിന്റും റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ ഇന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ടത് 48,300 പോയിന്റും. 48,300 will be the resistance level. ഇന്നത്തെ വിപണിയിൽ സൂചികയിലെ പ്രധാന ഓഹരികളൊക്കെ തന്നെ ഒരു ഇടിവോട് കൂടിയിട്ടാണ് ട്രേഡിംഗ് ആരംഭിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇൻഫി, വിപ്രോ മുതലായ സ്റ്റോക്കുകളിൽ കനത്ത ഒരു ഇടിവാണ് രേഖപ്പെടുത്തുന്നത്. ഇൻഫിയെ സംബന്ധിച്ച് സെപ്റ്റംബറിൽ അവർ ഒരു AI എക്സ്പാൻഷന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്ലോബൽ ക്ലയന്റുമായിട്ട് പ്രഖ്യാപിച്ചിരുന്ന കരാറിൽ നിന്നും പിൻവാങ്ങി എന്നതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഇൻഫിയെ സംബന്ധിച്ച് 2% ഒരു നഷ്ടത്തിലേക്ക് വഴിമാറിയിട്ടുണ്ട്. വിപ്രോയും 0.77% ഒരു ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട്. HCL ടെക് ആണെങ്കിലും TCSും ടെക് മഹീന്ദ്രയും ഒക്കെ തന്നെ ഒരു നഷ്ടത്തിലാണ് ട്രേഡിംഗ് ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞൊരു വീക്കിലും സൂചികയുടെ ഒരു പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്ത് ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് സാക്ഷ്യം വഹിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കാര്യമായിട്ടൊരു മുന്നേറ്റം സൂചികയിൽ പ്രകടമായിട്ടുണ്ടായിരുന്നില്ല. സൂചികയെ സംബന്ധിച്ചും ഒപ്പം തന്നെ ഈ ഓഹരികളെ സംബന്ധിച്ചും സാറിന്റെ ഒരു വ്യൂ എന്താണ്? ഒരു ബെയറിഷ് ട്രെൻഡ് ആണോ ഇനി മുന്നോട്ടേക്കുള്ളത്? ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഈ ഓഹരികളിൽ കാണാൻ സാധിക്കുന്നുണ്ടോ? പ്രിയ, IT സെക്ടർ, IT ഇൻഡെക്സിന്റെ അണ്ടർടോൺ വളരെ വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. നമുക്ക് ഇന്നത്തെ ഈ ഒരു ചെറിയൊരു ഇടിവ് നമുക്ക് ഒരിക്കലും ഇടിവായിട്ട് നമുക്ക് പറയാൻ സാധിക്കത്തേ ഇല്ല. The undertone is very much a bullish. This is just normal profit taking. നമ്മൾ നിഫ്റ്റി IT ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സപ്പോർട്ട് ഏരിയ 34,300 പോയിന്റ് ആയിരിക്കണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നിഫ്റ്റി IT ഇൻഡെക്സിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറാൻ പോകുന്നുള്ളൂ. അറ്റ് ദ സെയിം ടൈം നമുക്കൊരു ബുള്ളിഷ് ട്രിഗർ ലഭിക്കണമെങ്കിൽ 35,850 35,850 പോയിന്റ്സിന്റെ റെസിസ്റ്റൻസ് നിഫ്റ്റി IT ബ്രേക്ക് ചെയ്യണം. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഒത്തിരി ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കും. പ്രിയ സൂചിപ്പിച്ച വേറൊരു വിഷയമായിരുന്നു ഇൻഫോസിസിന്റെ കേസിൽ ഒരു കോൺട്രാക്ട് ക്യാൻസലേഷൻ വന്നത്. ബട്ട് എഗെയിൻ നമ്മൾ ഇൻഫോസിസിന്റെ കേസ് എടുക്കുമ്പോഴേക്കും നമ്മൾ ഓർക്കേണ്ടത് നവംബർ മാസത്തിലെ സ്റ്റോക്കിന്റെ വില വെറും 1,360 രൂപയായിരുന്നു. ആൻഡ് കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിംഗിൽ 1,585 രൂപ വരെ എത്തിയിരുന്നു. നാച്ചുറലി നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇറ്റ് ഈസ് ഓൺലി ഫോർ നോർമൽ പ്രോഫിറ്റ് ടേക്കിംഗ്. നമ്മൾ ഈ കമ്പനികളുടെ ഒക്കെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ ഈ ഒരു കറക്ഷൻ നമ്മൾ ഒരു ബൈയിങ് അവസരമായിട്ട് തന്നെ ഉപയോഗിക്കണം. ആൻഡ് ഇൻഫോസിസ്, അതുപോലെ തന്നെ ടാറ്റ കൺസൾട്ടൻസി സർവീസസ്, അതുപോലെ തന്നെ HCL ടെക്നോളജി, വിപ്രോ മുതലായ എല്ലാ വലിയ IT സ്റ്റോക്സിലും ദ അണ്ടർടോൺ ഇസ് വെരി മച്ച് ബുള്ളിഷ്.
എനിക്ക് ഈ ഒരു സമയത്ത് ഈ സ്റ്റോക്സിൽ ലോങ് ടേം ട്രെൻഡിൽ ഒരു പ്രോബ്ലം കാണാൻ സാധിക്കുന്നില്ല. സർ, അടുത്തായിട്ട് അദാനി ഗ്രൂപ്പിലൊരു ഓഹരിയിലേക്കാണ് സാർ ശ്രദ്ധ ക്ഷണിക്കുന്നത്. അദാനിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും അധികം നേട്ടം നൽകുന്ന ഓഹരി അദാനി ഗ്രീൻ എനർജിയാണ്. നിലവിൽ 1.52% നേട്ടത്തിലാണ് ഓഹരിയിൽ ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരുപക്ഷെ ഈ ഒരു സാന്റാക്ലോസ് ട്രയലിൽ ഏറ്റവും അധികം നേട്ടം ലഭിച്ച ഓഹരികളിൽ ഒന്നാണ് അദാനിയിലെ ഗ്രീൻ എനർജി എന്ന് പറയുന്നത്. നിലവിൽ നോക്കുകയാണെങ്കിൽ ഒരു മാസത്തിനിടയിൽ ഏകദേശം 67% നേട്ടമാണ് ഈ ഒരു ഓഹരി നിക്ഷേപകർക്ക് നൽകിയിട്ടുള്ളത്. അദാനിയുടെ ഗ്രീൻ എനർജിയുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വ്യൂ എന്താണ്? So undertone is becoming bullish. So ഇത് അഡാനി ഗ്രീനിൽ മാത്രമല്ല, അഡാനി ടോട്ടൽ ഗ്യാസ്, അഡാനി എനർജി, അഡാനി എന്റർപ്രൈസസ് മുതലായ എല്ലാ അഡാനി സ്റ്റോക്സിലും അണ്ടർടോൺ ഇസ് ബിക്കമിങ് ബുള്ളിഷ്. എങ്കിൽ പോലും നമ്മൾ അഡാനി സ്റ്റോക്സിൽ നമ്മൾ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മറക്കാൻ പാടില്ലാത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇസ് ദാറ്റ് ഇതൊരു ഹൈലി വോളറ്റൈൽ സ്റ്റോക്ക് സെക്ടർ ആയിരിക്കും അഡാനി സ്റ്റോക്സ്. സോ നമ്മൾ ഹൈ വോളറ്റിലിറ്റിക്ക് തയ്യാറാണെങ്കിൽ മാത്രം ഇത്തരം സ്റ്റോക്സിൽ ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രദ്ധിക്കുക. ആൻഡ് അഡാനി ഗ്രീൻ എനർജിയുടെ കേസിൽ ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 1600 രൂപയായിരിക്കും. 1600 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമുക്ക് സ്റ്റോക്കിൽ 100 മുതൽ 140 രൂപയുടെ നേട്ടം പ്രതീക്ഷിക്കാം. ഇന്നത്തെ വിപണിയിൽ പേടിഎമ്മിന്റെ ഓഹരികളിലേക്ക് നോക്കുമ്പോൾ 1.5% ഒരു ഇടിവിൽ 631 എന്ന റേഞ്ചിലാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പേടിഎമ്മിനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പേടിഎമ്മിനെ സംബന്ധിച്ച് ധാരാളം അപ്ഡേഷൻസ് വരുന്നുണ്ട്. അവരാദ്യം BNPL ബിസിനസ്സിൽ നിന്നും കുറച്ചുകൂടെ കൂടുതൽ ഫോക്കസ് മാറ്റുകയാണെന്നുള്ളൊരു പ്രഖ്യാപനം വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ അവർ AI ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് AI ടെക്നോളജി കൂടുതൽ അവരുടെ ബിസിനസ്സിലേക്ക് ഇൻവോൾവ് ചെയ്യുന്നതിന് ശ്രമങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ 1000-ഓളം ജീവനക്കാരെ പിരിച്ചുവിടുന്നതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നു. ബിസിനസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി, എക്സ്പാൻഷന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയാണ് എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് അവർ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. പേടിഎമ്മിനെ സംബന്ധിച്ച് ഇപ്പോൾ നോക്കുമ്പോൾ ഇപ്പോൾ ഈ ഒരു 1.5% ഒരു ഇടിവ് രേഖപ്പെടുത്തുന്ന സമയത്ത് അതിന്റെ പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ കഴിഞ്ഞ ഒരു 1 മന്ത് ആയിട്ട് 30% ഒരു നെഗറ്റീവ് റിട്ടേൺ തന്നെയാണ് പേടിഎം സ്റ്റോക്ക് നൽകിയിരിക്കുന്നത്. പേടിഎമ്മിനെ സംബന്ധിച്ച് ഇനി മുന്നോട്ടേക്കുള്ള ഒരു ട്രെൻഡ് എന്താണെന്നാണ് സാർ വിലയിരുത്തുന്നത്? So Paytm, unfortunately, the trend is very much bearish. ഈ സ്റ്റോക്കിൽ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. സ്റ്റോക്കിൽ നമുക്ക് ഇപ്പോൾ ഒരു ബുള്ളിഷ് ബൈയിങ് ട്രിഗർ എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ഐ തിങ്ക് ദ ബെസ്റ്റ് അഡ്വൈസ് വിൽ ബി ടു ക്ലോസ് ദ ലോങ് പൊസിഷൻ. നൗ തിരിച്ച് പ്രിയലോട്ട് വരുന്നതിന് മുൻപ് ഇപ്പോൾ നമ്മൾ മാർക്കറ്റിന്റെ ഓപ്പണിംഗ് നിമിഷങ്ങളിൽ എനിക്ക് ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്ന 2 മേജർ സ്റ്റോക്സ് ആ മാസഗോൺ ഡോക്ക് 3.5% നേട്ടം നൽകി ഓൾറെഡി 2200 രൂപയ്ക്ക് അടുത്തെത്തിയിട്ടുണ്ട്. ഇറ്റ് ഇസ് ബ്രേക്കിംഗ് ഔട്ട് ആൻഡ് ഐ തിങ്ക് ഇൻവെസ്റ്റേഴ്സ് ഈ സ്റ്റോക്കിലോട്ട് ശ്രദ്ധ കൊടുക്കേണ്ടിയിരിക്കുന്നു. അതിന്റെ കൂടെ തന്നെ ഗാർഡൻ ഷിപ്പ് ബിൽഡേഴ്സിലും ഓൾമോസ്റ്റ് ഒരു 3% നേട്ടം കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റോക്കിലും ഇന്ന് ഞാൻ കുറെ കൂടെ നേട്ടം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സർ, ഡിഫൻസിലേക്ക് പോയത് കൊണ്ട് തന്നെ അതിൽ നിന്ന് തന്നെ ഇപ്പോൾ ഒരു മികച്ച ഒരു നേട്ടം നൽകുന്ന ഓഹരിയായിട്ട് ഭാരത് ഇലക്ട്രോണിക്സ് മാറിയിരിക്കുകയാണ്. ഏകദേശം വ്യാപാരം തുടങ്ങിയ ആദ്യ മിനിറ്റുകൾ തന്നെ 5% നേട്ടമാണ് ഈ ഒരു ഓഹരി നിക്ഷേപകർക്ക് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. നിലവിൽ 182.7 എന്നൊരു റേഞ്ച്, അതിനോടൊപ്പം തന്നെ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യാനും ഇപ്പോൾ ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട്. 184.5 എന്നൊരു റേഞ്ചിൽ കമ്പനിയുടെ അല്ലെങ്കിൽ ഓഹരിയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഡിഫൻസ് മേഖലകളിൽ ഏറ്റവും അധികം കഴിഞ്ഞ ഒരു മാസത്തിൽ വളരെയധികം നേട്ടം നൽകിയ ഒരു ഓഹരികളിൽ ഒന്നുകൂടിയാണ് ബെൽ. തുടർച്ചയായിട്ടുള്ള ഓർഡറുകൾ കഴിഞ്ഞ ഒരു 3 ആഴ്ചയുടെ ഏകദേശം 6000 കോടി രൂപയിലധികമുള്ള ഓർഡറുകളാണ് കമ്പനിക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ബെയിലിനെ എങ്ങനെയാണ് സാർ വിലയിരുത്തുന്നത്? ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തേണ്ട ഒരു സമയമായിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ഭാരത് ഇലക്ട്രോണിക്സിന്റെ അണ്ടർടോൺ വെരി മച്ച് ബുള്ളിഷ്, വെരി സ്ട്രോങ്. ആൻഡ് ഇത് ഓൾമോസ്റ്റ് ഏത് നല്ല ഡിഫൻസ് സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാൽ ഇതേ ട്രെൻഡാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഭാരത് ഇലക്ട്രോണിക്സിൽ ഐ സ്റ്റിൽ ഫീൽ there's a lot more potential. നിലവിൽ ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ഒപ്പം തന്നെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു ഓഹരി എന്ന് പറയുന്നത് റിലയൻസുമായി ബന്ധപ്പെട്ടിട്ടാണ്. റിലയൻസിനെ സംബന്ധിച്ച്
ഇന്നത്തെ ഒരു വിപണിയിൽ റിലയൻസിന്റെ ഒരു പ്രകടനം വിലയിരുത്തുമ്പോൾ ഒരു ഫ്ലാറ്റ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നതെന്ന് കാണാൻ സാധിക്കുന്നത്. 2,500 നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട്. 2,570 എന്ന റേഞ്ചിലാണ് ഇപ്പോൾ റിലയൻസിന്റെ ഓഹരികൾ ട്രേഡിംഗ് നടത്തുന്നത്. റിലയൻസുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് വാൾട്ട് ഡിസ്നിയുമായിട്ടൊരു നോൺ ബൈൻഡിങ് ടേം ഷീറ്റ് ഒപ്പുവെക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള ഒരു പ്രഖ്യാപനം കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു മെർജർ നടക്കുകയാണെങ്കിൽ 51% റിലയൻസിന്റെ കൈവശമുണ്ടെങ്കിൽ 49% ഡിസ്നിയും ഓപ്പറേറ്റ് ചെയ്യും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിയോട്ടേഴ്സിന്റെ ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നത്. റിലയൻസിനെ സംബന്ധിച്ച് ഇപ്പോൾ സാറിന്റെ ഒരു മുന്നോട്ടേക്കുള്ള ഒരു വ്യൂ എന്താണ്? Extremely bullish on Reliance, and Reliance in the long and short term trend നിലവിൽ bullish ആയി തന്നെ തുടരുന്നു. റിലയൻസിന്റെ കേസിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് 2,630 രൂപയായിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ സ്റ്റോക്കിൽ നമുക്ക് നല്ല നേട്ടം ഷോർട്ട് ടേമിൽ എക്സ്പെക്ട് ചെയ്യാം. സർ, അടുത്തതായിട്ട് മോട്ടോർ മേഖലയിൽ നിന്നുള്ളൊരു ഓഹരിയിലേക്കാണ് സാറിന്റെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഓട്ടോ സൂചിക അത്ര ഒരു മുന്നേറ്റം നടത്തുന്നില്ല എങ്കിൽ പോലും ഹീറോ മോട്ടോ കോർപ്പിന്റെ ഓഹരികളിൽ ശക്തമായിട്ടൊരു മുന്നേറ്റമാണ് ഇപ്പോൾ കാണുന്നത്. 2.27% നേട്ടത്തിൽ 4,025.1 എന്നൊരു റേഞ്ചിലാണ് ഇപ്പോൾ ഓഹരിയിൽ വ്യാപാരം മുന്നോട്ട് പോകുന്നത്. ഒരു പുതിയ 52 വീക്ക് ഹൈ ക്രിയേറ്റ് ചെയ്യാനും ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട്. 4,035.95 എന്നൊരു റേഞ്ചിൽ ഹീറോ മോട്ടോക്കുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു വിലയിരുത്തൽ എന്താണ്? So Hero Motors and the undertone continues to be very, very bullish. A stock, I think it's trading at a record all-time high. ഒരു വീക്ക്നെസ്സും അറ്റ് ദ മൊമെന്റ് കാണാൻ സാധിക്കുന്നില്ല. ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം. ഹീറോ മോട്ടോറിന്റെ ഒപ്പം തന്നെ TVS മോട്ടോ, ബജാജ് ഓട്ടോ മുതലായ സ്റ്റോക്സിന്റെ അണ്ടർടോണും വളരെ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ഇന്നത്തെ ഒരു വിപണിയിൽ കല്യാൺ ജ്വല്ലേഴ്സിന്റെ ഒരു പ്രകടനം വിലയിരുത്തുന്ന സമയത്ത് 2% ഒരു മുന്നേറ്റത്തിൽ 340 രൂപ റേഞ്ചിലാണ് കല്യാൺ ജ്വല്ലേഴ്സ് ട്രേഡിംഗ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കല്യാൺ ജ്വല്ലേഴ്സിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു വ്യൂ എന്താണ്? ഈ ഒരു ബുള്ളിഷ് ട്രെൻഡ് തുടരാനുള്ള സാധ്യതയുണ്ടോ? എക്സ്ട്രീംലി ബുള്ളിഷ്. സോ കല്യാൺ ജ്വല്ലേഴ്സ് ലിസ്റ്റിംഗിന് ശേഷം നല്ല നേട്ടമായിരുന്നു നൽകിയത്. ഒക്ടോബർ മാസത്തിൽ അറൌണ്ട് 350 റുപ്പീസ് എത്തിയ 350-360 റേഞ്ച് എത്തിയതിനു ശേഷം നമ്മൾ ഓൾമോസ്റ്റ് ഒരു മാസം നീണ്ടു നിന്ന ഒരു കറക്ഷൻ കൺസോൾട്ടേഷൻ ആയിരുന്നു കാണാൻ സാധിച്ചത്. ഇന്നത്തെ ഈ ഒരു മുന്നേറ്റത്തിനെ തുടർന്ന് ആ ഒരു കറക്ഷൻ പൂർത്തിയായെന്നാണ് നമുക്ക് ഒരു ഇൻഡിക്കേഷൻ ലഭിക്കുന്നത്. കറന്റ് ലെവൽസിൽ തീർച്ചയായിട്ടും നമുക്ക് ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. ഈ സ്റ്റോക്കിൽ നമുക്ക് താമസിക്കാതെ തന്നെ പുതിയൊരു ഓൾ ടൈം ഹൈയും എക്സ്പെക്ട് ചെയ്യാം. അടുത്തതായിട്ട് നമ്മൾ അധികം ഡിസ്കസ് ചെയ്തിട്ടില്ലാത്തൊരു ഓഹരിയാണ് ജയകുമാർ ഇൻഫ്രാ പ്രൊജക്ട്സ് ലിമിറ്റഡ്. ഓഹരിയിലേക്ക് നോക്കുകയാണെങ്കിൽ സർവകാല ഉയരത്തിലേക്ക് ഓഹരി എത്തിയിട്ടുണ്ടായിരുന്നു. ഏകദേശം വ്യാപാരം തുടങ്ങിയ ആദ്യ മിനിറ്റുകൾ തന്നെ 15% നേട്ടം നൽകിക്കൊണ്ട് 568.8 എന്നൊരു റേഞ്ചിലാണ് ഓഹരിയിൽ വ്യാപാരം നടന്നിരിക്കുന്നത്. നിലവിൽ 13.2% നേട്ടത്തോടു കൂടി 559.9 എന്നൊരു റേഞ്ചിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഈ ഓഹരിയെ പറ്റിയുള്ള അപ്ഡേറ്റ് പറയുന്നത് CLSA ഒരു പുതിയൊരു അപ്ഡേഷൻ നൽകിയിട്ടുണ്ട്. ഏകദേശം 15% അപ്സൈഡ് പൊട്ടൻഷ്യൽ നൽകിക്കൊണ്ടൊരു ടാർഗറ്റ് പ്രൈസ് ഉയർത്തിയതായിട്ടാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വരുന്നത്. ജയകുമാർ ഇൻഫ്രാ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു വിലയിരുത്തൽ എന്താണ്? ജാസ്മിൻ, എനിക്ക് ഈ സ്റ്റോക്കിന്റെ ഇൻഫർമേഷൻ ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ച് അടുത്ത സെഷനിൽ നമുക്ക് ഇതിനെ കുറിച്ച് സംസാരിക്കാം. ഒപ്പം തന്നെ ഇന്നത്തെ ഒരു വിപണിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിന്ദു കോപ്പറിനെ സംബന്ധിച്ചും വലിയൊരു മുന്നേറ്റം രേഖപ്പെടുത്തുന്നു. 2% ഒരു നേട്ടത്തിലാണ് ഇപ്പോൾ ഹിന്ദു കോപ്പറിന്റെ ഓഹരികൾ ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹിന്ദു കോപ്പറിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു വ്യൂ എന്താണ്? ഹിന്ദുസ്ഥാൻ കോപ്പറിന്റെ കേസ് എടുക്കുമ്പോഴേക്കും സിമിലർ ടു ഭാരത് ഇലക്ട്രോണിക്സ് ഒരു വീക്ക്നെസ്സും എനിക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. അൺഫോർച്ചുനേറ്റ്ലി ഈ ഹൈ ലെവൽസിൽ ഒരു പുതിയ ലോ റിസ്ക് എൻട്രി അവസരം എനിക്ക് കാണാൻ സാധിക്കുന്നുമില്ല.
സാർ അടുത്തായിട്ട് റെയിൽവേ സെഗ്മെന്റ് എന്നുള്ള ഓഹരിയിലേക്കാണ് സാറിന്റെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. RITES നിലവിൽ 4.09% നേട്ടത്തിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓഹരിയുടെ ഒരു പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിലും കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഏകദേശം 6.77% നേട്ടവും ഇയർ ടു ഡേറ്റിൽ വരുമ്പോൾ 48% നേട്ടവുമാണ് RITES നൽകിയിരിക്കുന്നത്. RITESുമായി ബന്ധപ്പെട്ടിട്ട് സാറിന്റെ ഒരു വിലയിരുത്തൽ എന്താണ്? ഈ ഒരു ഓഹരിയിൽ വാച്ച് ചെയ്യേണ്ട പ്രധാനപ്പെട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ ഏതൊക്കെയാണ്? So rights in the case എടുക്കുമ്പോഴേക്കും the undertone is very much bullish. എങ്കിൽ പോലും കഴിഞ്ഞ 3-4 മാസങ്ങളായിട്ട് we are seeing a consolidation profit taking happening and the സ്റ്റോക്കിന് 2 മേജർ റെസിസ്റ്റൻസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആദ്യത്തെ ബുള്ളിഷ് ട്രിഗർ 500 രൂപയും അതിനെ തുടർന്ന് 525 രൂപ. സോ 500 റുപ്പീസിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ തന്നെ നമുക്ക് ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. ബട്ട് ശക്തമായിട്ട് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് വരുന്നെങ്കിൽ സ്റ്റോക്ക് ഹാസ് ടു ബ്രേക്ക് ദ റെസിസ്റ്റൻസ് അറ്റ് 525. ഫാർമ സ്റ്റോക്കുകളെ കുറിച്ചാണ് ഇനി ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ കോവിഡ് കേസുകളൊക്കെ തന്നെ വീണ്ടും വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഫാർമ സെക്ടറിനെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു സെഷനിലൊക്കെ നോക്കുകയാണെങ്കിൽ വലിയൊരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഫാർമ സെക്ടറിൽ 0.66% ഒരു മുന്നേറ്റമാണ് ഫാർമ സൂചികയിൽ പ്രകടമാകുന്നത്. ഓഹരികളുടെ പ്രകടനം വിലയിരുത്തുകയാണെങ്കിലും ഭൂരിഭാഗം ഫാർമ ഓഹരികളും ഇന്നത്തെ ഒരു വിപണിയിൽ നല്ലൊരു മുന്നേറ്റത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. സോ ഫാർമ സെക്ടറിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു ഔട്ട്ലുക്ക് എന്താണ്? ഒപ്പം തന്നെ ഫാർമ സെക്ടറിൽ സാറിന് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടോപ്പ് പിക്സ് ഏതൊക്കെയായിരിക്കും? സോ ഫാർമ ഇൻഡെക്സ് അണ്ടർടോൺ അഗെയിൻ വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. ആൻഡ് അറ്റ് ദ മൊമെന്റ് ഒരു സെക്ടറിൽ വീക്ക്നെസ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. എങ്കിൽ പോലും നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സമയം വേണമെങ്കിലും US FDA നിന്നും അവിടെ ഒരു ഇൻസ്പെക്ഷൻ വരാം. അത്തരം ഇൻസ്പെക്ഷൻ വരുന്ന സമയത്ത് വി ആർ സീയിങ് എ ലോട്ട് ഓഫ് വോളറ്റിലിറ്റി ഇൻ ഫാർമസ്യൂട്ടിക്കൽ സ്റ്റോക്സ്. ഇന്നിപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ സ്റ്റോക്സ് നോക്കുമ്പോഴേക്ക് ഏറ്റവും അധികം നേട്ടം നൽകുന്നത് വൺ ഇസ് പനാസിയ ബയോടെക്, ഓൾമോസ്റ്റ് ഒരു 5% നേട്ടം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ അൽഫ ലബോറട്ടറിയിൽ ഓൾമോസ്റ്റ് ഒരു 3.5% ലാഭം നേട്ടം കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഇത്തരം സ്റ്റോക്സിലൊക്കെ നമുക്ക് ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ വി ക്യാൻ ഡെഫിനറ്റ്ലി കൺസിഡർ ലോങ് പൊസിഷൻ. സാർ അടുത്തായിട്ട് JSW എനർജിയുമായി ബന്ധപ്പെട്ടുള്ള സാറിന് ഒരു വ്യൂ ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. നിലവിൽ ഓഹരി 2.15% നേട്ടത്തിൽ 418.1 എന്നൊരു റേഞ്ചിലാണ് വ്യാപാരം ഇപ്പോൾ പുരോഗമിക്കുന്നത്. കമ്പനിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തമിഴ്നാടുവിൽ ഒരു 51 മെഗാവാട്ടിൻ്റെ ഒരു പ്രോജക്റ്റ് ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. വിൻഡ് പവർ പ്രൊജക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കൂടുതലായിട്ട് അവർ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നു എന്നൊരു സൂചന തന്നെയാണ് പുതിയ പ്ലാന്റുകൾ വരുന്നു എന്നതുകൊണ്ട് നമുക്ക് അർത്ഥമാക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ JSW എനർജിയുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു വിലയിരുത്തൽ എന്താണ്? So JSWയുടെ long term trend is very much bullish, but the short term trend sideways കാണുന്നത്. ഈ ഒരു sideways to bearish trend തിരിച്ച് ബുള്ളിഷ് ആയി മാറണമെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ ഈ ആഴ്ച സ്റ്റോക്ക് 430 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. Let us wait and watch for that resistance to be broken. സാറിനെ ഫ്രീ ആക്കുന്നതിന് മുമ്പ് അവസാനമായിട്ട് ഇന്നത്തെ ഒരു വിപണിയിൽ സാറിന്റെ ഫോക്കസിലുള്ള പ്രധാനപ്പെട്ട ഓഹരികൾ ഏതൊക്കെയാണ്? എന്റെ ഫോക്കസ് എന്ന് പറയുമ്പോഴേക്കും അറ്റ് ദ മൊമെന്റ് ഐ എം എ ലിറ്റിൽ ബിറ്റ് കെയർഫുൾ. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി നേട്ടം നമുക്ക് മാർക്കറ്റിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ആൻഡ് ഇതൊരു ഹോളിഡേ സീസൺ ആയതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ എത്രത്തോളം പുതിയ ബൈയിങ് ഇൻട്രസ്റ്റ് വരുമെന്ന് ഐ എം നോട്ട് വെരി ക്ലിയർ. എങ്കിൽ പോലും ബാങ്കിങ് മേഖലയിൽ നിന്നും എനിക്ക് ഏറ്റവും വളരെ ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു ബുള്ളിഷ് സെറ്റപ്പ് കാണാൻ സാധിക്കുന്നു. ഇറ്റ് ഇസ് ഇൻ ആക്സിസ് ബാങ്ക്. ന്യൂലി ലിസ്റ്റഡ് സ്റ്റോക്സിൽ നിന്നും എൻ്റെ ശ്രദ്ധ വന്നിരിക്കുന്നത് ഇപ്പോൾ ബാർബക്യൂ നേഷനിലോട്ടാണ്. അതുപോലെ തന്നെ ഡെലിവറിയിലും എനിക്കൊരു ബുള്ളിഷ് സെറ്റപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. ഡൈനാമിക് കേബിൾസിൽ ഐ എം പേയിങ് എ ലോട്ട് ഓഫ് അറ്റൻഷൻ. കല്യാൺ ജുവലേഴ്സിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി സംസാരിച്ചിരുന്നു. പിന്നീട് നാച്ചുറലി ഫ്രം എ സ്പെക്യുലേറ്റീവ് പോയിന്റ് ഓഫ് വ്യൂ അഡാനി ഗ്രൂപ്പ് സ്റ്റോക്സിൽ എസ്പെഷ്യലി അഡാനി എനർജി, അഡാനി ടോട്ടൽ ഗ്യാസ്, അഡാനി പവർ, അഡാനി എന്റർപ്രൈസസ്, ഈ 4 സ്റ്റോക്സിലും ഐ എം പേയിങ് എ ലോട്ട് ഓഫ് അറ്റൻഷൻ.